മുസ്ലിം ലീഗിൽ ചരിത്രം എഴുതിയ രണ്ട് വനിതകളാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. കാരണം ആദ്യമായി ദേശീയ കൗൺസിലിൽ ഇടം പിടിച്ച രണ്ടുപേർ, അതിലൊരാൾ മലയാളിയാണ് ജയന്തി, ഒപ്പം തന്നെ ഫാത്തിമ മുസാഫർ. രണ്ടുപേരും ദേശീയ വനിതാ ലീഗിന്റെ നേതാക്കളാണ്. ആദ്യം തന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കുക, ലീഗ് എപ്പോഴും പഴി കേൾക്കുന്ന ഒന്നാണ് വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ദേശീയ കൗൺസിൽ അംഗം എന്നുള്ള രീതിയിലുള്ള ആദ്യ മറുപടി എന്താ? വളരെയധികം സന്തോഷമുണ്ട്. ദേശീയ വനിതാ ലീഗിൻ്റെ സോണൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ നിലവിലെ. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനകത്ത് കടന്നു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം അത്രയും വേണ്ട വിധത്തിലുള്ള പരിഗണനയും അംഗീകാരവും ഞാൻ തളർന്നു പോകുന്നിടത്ത് എൻ്റെ കൈ പിടിച്ച് താങ്ങായി നിന്നിട്ടുമുണ്ട് മുസ്ലിം ലീഗ്. അപ്പോൾ ആ ഒരു വലിയ പഴിയാണ് എപ്പോഴും കേൾക്കാറുള്ളത്. അതായത് ലീഗിൽ സ്ഥാനമാനങ്ങൾ സ്ത്രീകൾക്ക് നൽകാറില്ല. ദേശീയ കൗൺസിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് സ്ഥാനം നൽകുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു പ്രവർത്തനം അതെങ്ങനെയായിരിക്കും? ഇപ്പോഴും വനിതാ ലീഗ് ശക്തമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിനകത്തെ മെമ്പർഷിപ്പിൽ ഭൂരിപക്ഷവും വനിതകളുടേതാണ്. മുസ്ലിം ലീഗ് എന്നും വനിതാ ലീഗിനെ പരിഗണിച്ചിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള ഒരു പരിഗണനയായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കെപ്പോഴും താങ്ങും തണലുമായിട്ടാണ് ഈ പ്രസ്ഥാനം നിന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ആവശ്യമായ പരിഗണന തന്നിട്ടുണ്ട്, പ്രവർത്തിക്കാനുള്ള വേദികൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഞാൻ തന്നെ വയനാട് ജില്ലയിൽ നിന്ന് ഒരു കുഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അതായത് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം മൊത്തം വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. മുസ്ലിം ലീഗ് വളരെ കുറഞ്ഞ ശക്തി കേന്ദ്രം കൂടിയാണ് ഞാൻ വരുന്നിടം. പക്ഷേ എന്നെ കണ്ടെത്തി, എന്നെ അംഗീകരിച്ച് എനിക്ക് ഇത്ര വലിയൊരു പൊസിഷനിൽ ഇന്ന് മുസ്ലിം ലീഗ് ആദ്യമായി വനിതകളെ ദേശീയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന സമയത്ത് അതിലൊരംഗമാവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രയോ വിദൂരതയിലിരിക്കുന്ന എനിക്ക് ഈ പൊസിഷനിലേക്ക് വരണമെങ്കിൽ സ്ത്രീക്ക് കൃത്യമായ ഒരു അംഗീകാരം മുസ്ലിം ലീഗ് തരുന്നു എന്നാണ് എനിക്ക് പറയുവാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു എപ്പോഴും പഴി കേൾക്കാറുള്ള ഒന്നുകൂടി ആയിരിക്കണം. കാരണം ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമാണ്, അതിലേക്ക് എന്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മതത്തിന്റെ പേരിലുള്ള പ്രസ്ഥാനമാണ്, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഉയരാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഈ കാലയളവിൽ മറുപടി നൽകിയിട്ടുള്ളത്? അറിയാം, പഞ്ചായത്ത് അംഗമായിരുന്നു എന്നുള്ളതും ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നുള്ളതും എല്ലാം അറിയാം. പക്ഷെ അപ്പോൾ എന്തായിരുന്നു ആ ഘട്ടത്തിൽ ഒരു മറുപടി നൽകിയിരുന്നത്? ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ. മുസ്ലിം ലീഗിന്റെ ഭാഗമാകുന്നതിന് മുൻപേ ഞാനും അത്തരം തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടുണ്ട്. ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമുള്ള, അല്ലെങ്കിൽ മുസ്ലിമിന് മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ് എൻ്റെയും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം ഞാൻ ഇന്ന് 100% ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണ്. ഏറ്റവും താഴെത്തട്ട് മുകളിൽ ഇന്ന് മുകളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ